മരുന്നടിക്കുന്ന പമ്പുകളെ കുറിച്ചാണ് ഞാൻ ഇവിടെ പ്രതിപാദിക്കുന്നത്. പ്രധാനമായും 2ൽ കൂടുതൽ വെറൈറ്റി പമ്പുകൾ നമ്മുടെ ലോകത്ത് ഇവിടെ ലഭ്യമാണ്. അതിൽ പണ്ട് മുതലേ ഉപയോഗിച്ചു വരുന്ന ഒരു പമ്പാണ് കുറ്റിപ്പമ്പ്. ഈ കുറ്റിപ്പമ്പിൻ്റെ പ്രത്യേകത, ഇത് ചെമ്പാണ്. 10 ലിറ്റർ വെള്ളം കൊള്ളും. അസ്പി എന്ന ഒരു കമ്പനിയുടെ പമ്പാണിത്. ഇത് നമ്മൾ കൈകൊണ്ട് ഉപയോഗിക്കുന്ന, പ്രധാനമായും കൈ കൊണ്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. സാധാരണ രീതിയിൽ നമ്മുടെ കടയിൽ നിന്നും മരുന്ന് തളിക്കാൻ കിട്ടുമ്പോൾ, പുഴു ശല്യത്തിനും മറ്റുള്ള ശല്യങ്ങൾക്കൊക്കെ മരുന്ന് തളിക്കുമ്പോൾ 10 ലിറ്റർ വെള്ളത്തിൽ 25 മില്ലി എന്ന തോതിലാണ് സാധാരണ രീതിയിൽ നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് ഇതിൽ 10 ലിറ്റർ വെള്ളം കൊള്ളുന്ന ഈ പമ്പിൽ ഒരു 9.5 ലിറ്റർ വെള്ളം മാത്രമേ നമുക്ക് ഒഴിക്കാൻ പറ്റുകയുള്ളൂ. കുറച്ച് സ്ഥലം നമുക്ക് കാറ്റടിക്കാൻ വേണ്ടി നിർത്തേണ്ടതാണ്. എന്നെങ്കിൽ മാത്രമേ കാറ്റ് അതിൽ പ്രസ് ചെയ്യുകയുള്ളൂ. ഇത് ഇവിടെ എങ്ങനെ അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ചീറ്റും. ഇതാണ് ഇതിൻ്റെ അഗ്രഭാഗം. ഇത് നോസിൽ തന്നെ 2 തരമുണ്ട്. ഇത് ഒന്ന് സ്പ്രേ ചെയ്ത് പോവുകയാണ്. വളരെ ചെറിയ തോതിൽ സ്പ്രേ ചെയ്ത് പോകുന്ന ഒരു നോസിലാണിത്. ഈ നോസിൽ തന്നെ 2 വിധമുണ്ട്. ഒന്ന് സ്പ്രേ ചെയ്ത് പോകുന്നതും, ഒന്ന് വളരെ നമ്മുടെ പൈപ്പ് ചീറ്റുന്ന പോലെ നേരെ വളരെ ഷാർപ്പായിട്ട് ചീറ്റാതെ നേരായിട്ട് പോകുന്ന 2 നോസിലുകളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അഗ്രി കടയിൽ നിന്നും നമ്മുടെ വളം സ്റ്റോറിൽ നിന്നും 2 നോസിലുകൾ നിങ്ങളുടെ കയ്യിൽ വശം വെക്കേണ്ടതാണ്. എന്നെങ്കിൽ മാത്രമേ നമുക്ക് വളരെ ഹൈറ്റിൽ അടിക്കണമെങ്കിൽ നോസിൽ വളരെ ഷാർപ്പായി പോകണം, വളരെ ദീർഘമായി പോകണം. ഇത് നെല്ലിനെ കടിക്കാൻ പറ്റുന്ന ഒരു നോസിലാണ്. ഈ നോസിൽ പിന്നെ പ്രധാനമായും ഇവിടെയാണ് ഇത് ഊരുന്നത്. നോസിൽ മാറ്റുന്ന സ്ഥലം ഇവിടെയാണ്. ഇതാണ് ഒരു നോസിൽ. ഇത്ര ചെറിയ നോസിലാണ്. ഇതിൻ്റെ ഉള്ളിൽ കൂടെയാണ് മരുന്നുകൾ കംപ്ലീറ്റ് വരുന്നത്. ഇത് ഊരുമ്പോൾ വളരെ ശ്രദ്ധിക്കണം, വീണ് പോകരുത്. ഇത് വേറെ നോസിലാണ്. പിന്നെ വളരെ നീണ്ടു പോകുന്ന നോസിലും ഇതിൻ്റെ പോലെ തന്നെ, പക്ഷേ വേറൊരു ആകൃതിയാണ്. ഇത് ഇവിടെ മൂടുന്ന ഒരു മൂടിയാണ്. ഇതിൻ്റെ അരിപ്പയാണ്. ഒരു കാരണവശാലും അരിപ്പ ഉപയോഗിക്കാതെ നിങ്ങൾ ഇതിലേക്ക് വെള്ളം പാരരുത്. കാരണം ഇതിൽ ചെറിയ ഒരു നമ്മുടെ കരട് മതി ഇത് അടക്കാൻ. അതുകൊണ്ട് ഈ അരിപ്പ നിർബന്ധമായി ഉപയോഗിക്കണം. കൂടുതലും വയലത്താവും നിങ്ങൾ മരുന്ന് തളിക്കുന്നത്. അതുകൊണ്ട് ചളിവെള്ളം അതുപോലെ തന്നെ മണ്ണുകളൊക്കെ കൊടുക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആദ്യം ഒരു ബക്കറ്റ് എടുക്കുക, അതിൻ്റെ മുകളിൽ നല്ല തുണിയോ മറ്റുള്ള വലയോ കെട്ടുക, എന്നിട്ട് അതിലേക്ക് വെള്ളം പാരുക. അതിനുശേഷം ഇവിടെയാണ് ഇത് വെള്ളം ഒഴിക്കുന്നത്. നിങ്ങളിത് ഊരുമ്പോൾ ശ്രദ്ധിക്കണം. നല്ല നിങ്ങൾ ഉപയോഗിച്ച പമ്പാണെങ്കിൽ വളരെയധികം പ്രഷറിൽ വായു വരും, അത് നിങ്ങളുടെ മൂക്കിലേക്ക് വരും. അപ്പോൾ വളരെ സ്ലോവിൽ തുറക്കുക. എന്നിട്ട് ഇവിടെയാണ് വെള്ളവും മരുന്നും ഒഴിക്കേണ്ട സ്ഥലം. അതുകൊണ്ട് നിങ്ങളിത് ഊരുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ഊരണം. നമ്മുടെ മരുന്ന് മൂക്കിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതിൽ 10 ലിറ്റർ വെള്ളം കൊള്ളുന്ന പമ്പാണ്. പക്ഷേ ഒരു അര ലിറ്റർ നിങ്ങൾ ഗ്യാപ്പ് ഇടേണ്ടതാണ്, എന്നെങ്കിലും വായു നിൽക്കുകയുള്ളൂ. ഇത് ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്യുന്ന ഒരു സംഗതിയാണ്. ഈ പ്രസ് ചെയ്തെങ്കിൽ മാത്രമേ അതിലേക്ക് വായു കയറുകയുള്ളൂ. അതുകൊണ്ട് ഈ പമ്പ് നിങ്ങൾ ഇതുപോലെ ഷോൾഡറിലാണ് തൂക്കേണ്ടത്. ഇങ്ങനെ തൂക്കിയിട്ടിട്ട് ഇങ്ങനെ അടിക്കലാണ്. ഇതിൻ്റെ ന്യൂനത, ഇത് വെറും 10 ലിറ്റർ വെള്ളം മാത്രമേ കൊള്ളുകയുള്ളൂ. അതുകൊണ്ട് പിന്നെ വേറൊരു ന്യൂനത, ഇത് നമ്മൾ വായു കിട്ടണമെങ്കിൽ ശരിക്കും സ്പ്രേ ചെയ്യണം. അപ്പോൾ നമ്മൾ പിന്നെ വയലിൻ്റെ ഉള്ളിലൊക്കെ ആണെങ്കിൽ, ചളിയിലൊക്കെ ആണെങ്കിൽ വീണ്ടും വരമ്പത്തേക്ക് വരണം. വരമ്പത്തേക്ക് വന്നിട്ട് ഈ വായു ഇതിലേക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കണം. അത് വളരെ വലിയൊരു പ്രയാസമാണ്. ഇത് ഒരു 2 ലിറ്റർ 3 ലിറ്റർ അടിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും പ്രസ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇപ്പോൾ പുതിയൊരു ടെക്നോളജി വന്നിട്ടുണ്ട്. എങ്ങനെ എന്ന് വെച്ചാൽ, ഒരു പമ്പ്, ആ പമ്പ് പ്ലാസ്റ്റിക്കാണ്, അതിനൊരു 5000 രൂപ വിലയുണ്ട്. ആ പമ്പ് കറണ്ടിന് കുത്തി വെച്ചിട്ട് അടിച്ചു കഴിഞ്ഞാൽ 6 മണിക്കൂർ തുടർച്ചയായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അത് വളരെ ഫോഴ്സിലാണ് ഇത് സ്പ്രെഡ് ചെയ്യുക. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഇപ്പോൾ പല ആളുകളും ഉപേക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. മറ്റുള്ള പമ്പുകളിലേക്കാണ് ആളുകൾ നീങ്ങുന്നത്. അത് നിങ്ങൾക്ക് ഏത് പമ്പുകളും അല്ലെങ്കിൽ ഏത് കാർഷിക ഉപകരണങ്ങളും നിങ്ങൾക്ക് സ്മാം എന്ന ഒരു
വെബ്സൈറ്റ്, ഓൺലൈൻ വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ അതിൽ നികുതി ഷീറ്റ്, ആധാർ കോപ്പി, ബാങ്ക് ബുക്കിൻ്റെ കോപ്പി തുടങ്ങിയ രേഖകൾ വേണം. സ്മാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ അഗ്രികൾച്ചർ ഓഫ് സ്മാം, SMAM, സബ്മിഷൻ ഓൺ അഗ്രികൾച്ചർ മെക്കാനിസേഷൻ. ഇതാണ് സ്മാമിൻ്റെ ഫുൾ ഫോം, SMAM. ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾ കയറിയിട്ട് നിങ്ങൾ അപേക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഏത് ഒരു കാർഷിക ഉപകരണം ആണോ വേണ്ടത് ആ ഉപകരണത്തോടു കൂടി നിങ്ങൾ അപേക്ഷിച്ച് കഴിഞ്ഞാൽ 50% സബ്സിഡിയോടുകൂടി നിങ്ങൾക്ക് ആ ഉപകരണം ലഭിക്കുന്നതാണ്. നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ സ്വന്തം പൈസ കൊണ്ട് ആ ഉപകരണം വാങ്ങണം. ഉദാഹരണമായി ഒരു ട്രാക്ടറാണ് നിങ്ങൾ അപേക്ഷിച്ചിട്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു കുറ്റിപ്പമ്പാണ് അപേക്ഷിച്ചെങ്കിൽ, നിങ്ങൾ ആ സ്മാമിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ട് ആ വസ്തു വാങ്ങുക. ആ കടയിൽ നിന്ന് വസ്തു വാങ്ങുന്ന ആ ബില്ല് സഹിതം നിങ്ങൾ കൃഷി ഓഫീസിൽ കൊണ്ടു ചെല്ലുക. എന്നാൽ നിങ്ങൾക്ക് ഇതിനുള്ള ആനുകൂല്യം ലഭിക്കുന്നതാണ്. ഒരു ട്രാക്ടറിന് 10 ലക്ഷമാണെങ്കിൽ ആ 10 ലക്ഷം കൊടുത്ത് നിങ്ങൾ ട്രാക്ടർ വാങ്ങുക. സ്മാമിൽ രജിസ്റ്റർ വ്യക്തിയാണെങ്കിൽ ആ 10 ലക്ഷത്തിൻ്റെ പകുതി 5 ലക്ഷം നിങ്ങൾക്ക് വാങ്ങിയതിന് ശേഷം ഒരു 4 മാസം കഴിഞ്ഞാൽ 5 ലക്ഷം സബ്സിഡിയായി കിട്ടുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് 10 ലക്ഷത്തിൻ്റെ ട്രാക്ടർ 5 ലക്ഷത്തിന് കിട്ടുന്നു എന്നാണ് ഇതിൻ്റെ യഥാർത്ഥം. എല്ലാ കാർഷിക ഉപകരണങ്ങളും നിങ്ങൾക്ക് സ്മാമിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സബ്സിഡിയോടുകൂടി കിട്ടുന്നതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ കുറ്റിപ്പമ്പ് ഞാൻ പല സ്ഥലത്തും വാടക കൊടുക്കുന്നുണ്ട്. ഞാൻ ഒരു കല്ലർത്തിക്കൽ എന്നൊരു സ്ഥാപനം, കല്ലർത്തിക്കലെ AB സിമെൻറ്റ് ബസാർ എന്ന സ്ഥാപനത്തിൽ നിന്നും കൊണ്ടുവന്നതാണ്. അവിടെ ഇത് വാടക കൊടുക്കുന്നുണ്ട്. അവിടുത്തെ നമ്പർ വേണമെങ്കിൽ തരാം, 98 95 56 75 98. ഈ നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഈ കുറ്റിപ്പമ്പ് നിങ്ങൾക്ക് വാടക കിട്ടുന്നതാണ്. ഇതിൻ്റെ വാടക 50 രൂപയാണ്. അതുകൊണ്ട് നിങ്ങൾ ഇതുപോലെ പല പമ്പുകളുമുണ്ട്. അതിൽ നിങ്ങൾ കൂടുതൽ വളരെ സിമ്പിളായി ഉപയോഗിക്കുവാൻ പറ്റുന്ന പമ്പാണ് നമ്മുടെ കറണ്ടിന് കുത്തിവെക്കുന്ന പമ്പ്. അത് ചുരുങ്ങിയത് ഒരു 20 ലിറ്ററോളം അത് വെള്ളം അതിൽ ശേഖരിക്കാം. ഇതിൽ 10 ലിറ്ററേ മാക്സിമം പോവുകയുള്ളൂ. അതുകൊണ്ട് ആ സമയത്ത് നിങ്ങൾക്ക് കൃഷി ചെയ്യുന്ന സമയത്ത് കീടങ്ങൾ ആക്രമിക്കുന്ന സമയത്ത് ആ കീടങ്ങളെ നശിപ്പിച്ചേ തീരൂ. എന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വിളവ് വളരെ വർധനവിലയോടെ കിട്ടുകയുള്ളൂ, അല്ലെങ്കിൽ വിളവ് നശിച്ചു പോകും. ഓക്കെ.